നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ഈ പ്രയോഗം പതിറ്റാണ്ടിനു മുൻപ് കേരളം കേട്ട സിനിമാ വാചകമാണ്. എന്നാൽ കേരളം രാസലഹരിയുടെയും ലഹരിയടിമകളുടെ ആക്രമണോത്സുക ഭീഷണിയുടെയും നിഴലിലാണ്. കർശന നടപടികളുമായി സർക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പകുതി ശതമാനം പോലും ലഹരി വരവ് അമർച്ച ചെയ്യാനായിട്ടില്ല. എന്നാൽ ഇന്ത്യൻ ലഹരിക്കടത്തിൻ്റെ ഉറവിടങ്ങൾ തേടിപ്പോയാൽ അത് കേരളമല്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാലോ കേരളം ലഹരിയുടെ പ്രധാന കൺസ്യൂമർ മാർക്കറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാസലഹരി ഇന്ത്യയെ ഉലയ്ക്കുകയാണ്, കേരളത്തെയും. ഏതെല്ലാം വഴി ലഹരി എത്തുന്നു എന്ന ചോദ്യത്തിന് കേന്ദ്ര നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവികളും മറുപടി പറയണം. ലഹരികടത്തിൻ്റെ പകുതി ശതമാനം പോലും പിടിക്കപ്പെടുന്നില്ല. രാജ്യത്തെമ്പാടും ഈ വിപത്ത് വിതരണം ചെയ്യപ്പെടുന്നു. ശൃംഖലകളിലൂടെ മാഫിയകൾ കച്ചവടം നിയന്ത്രിക്കുന്നു. AAP അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ 2024 ഡിസംബർ 5 നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞു: ഗുജറാത്തിലെ മുന്ദ്ര എയർപോർട്ടാണ് രാജ്യത്തെ ലഹരിക്കടത്തിൻ്റെ ഗേറ്റ് വേ. UP, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കം പലയിടത്തേക്കും ലഹരി എത്തുന്നു. ഏത് സംസ്ഥാനത്ത് നിന്ന് ഡ്രഗ് പിടിച്ചാലും സോഴ്സ് ഗുജറാത്തായിരിക്കും. കെജ്രിവാൾ ഇങ്ങനെ വിമർശിച്ചു. ഇതേ വാദം പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയും ഉന്നയിച്ചു പലവട്ടം. കച്ചിലെ മുന്ദ്ര പോർട്ട് വഴി ഒരു വർഷം കൊണ്ട് കടത്തിയത് 5976 കോടിയുടെ ലഹരി മരുന്നെന്ന് രാഹുൽ ലോക്സഭയിൽ വിമർശനമുന്നയിച്ചു. മുന്ദ്ര പോർട്ട് വഴിയാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ കടത്ത് നടക്കുന്നതെന്നും രാഹുൽ വിമർശിച്ചു. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വിമാനത്താവളവും തുറമുഖവുമാണ് കച്ചിലെ മുന്ദ്ര. അദാനി മുന്ദ്ര പോർട്ട് എന്നാണ് അതിൻ്റെ പേര്. തന്ത്രപ്രധാന ഇടമാണ് കച്ച്. പാക് സമുദ്രാതിർത്തി. റഷ്യ, കസാഖ്, ഉസ്ബെക്ക്, അഫ്ഗാൻ പാതയിലൂടെ പാക് സമുദ്രതീരത്തിലൂടെ ഇന്ത്യയിലേക്കും ശ്രീലങ്ക വരെയും ആൻഡമാനിലേക്കും എത്താവുന്ന റൂട്ട്. ലഹരി വരവിൻ്റെ ഗേറ്റ് വേ. കച്ചിലെ മുന്ദ്ര പോർട്ട് വഴി തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടയും നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പിടിക്കപ്പെടുന്ന ലഹരിയുടെ ശതമാനക്കണക്ക് ചെറുതാണ് എന്നതാണ് രാജ്യത്തിൻ്റെ ഭീതിത യാഥാർത്ഥ്യം. 5 വർഷത്തിനിടെ 19 കൂറ്റൻ ലഹരി കടത്തുകൾ തുറമുഖങ്ങൾ വഴി നടന്നതിൽ 10 മുന്ദ്ര പോർട്ട് വഴിയാണ്. 2021 മുന്ദ്ര പോർട്ടിൽ പിടിച്ച ഹെറോയിൻ്റെ മൂല്യം 5976 കോടി. 2988 കിലോഗ്രാം ഹെറോയിൻ പിടിച്ചു. വിമാനത്താവളങ്ങൾ വഴി പോലും കോടികളുടെ ലഹരി കടത്ത് നടക്കുന്നു എന്നതാണ് വിചിത്രം. കസ്റ്റംസ് കാണാതെ പോകുന്നു. തമിഴ്നാട് തൂത്തുക്കുടി ചിദംബനാർ തുറമുഖത്ത് പിടികൂടിയത് 303 കിലോ ലഹരി മരുന്നാണ്. 1515 കോടിയുടെ രാസലഹരി. കേന്ദ്രമന്ത്രി സഭയിൽ പറഞ്ഞ കണക്കാണിത്. ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ച 38 കിലോ MDMA വിപണി മൂല്യം 75 കോടിയാണ്. 2 ദക്ഷിണാഫ്രിക്കൻ സ്ത്രീകൾ പിടിയിലായി. അവർ ഇന്ത്യയിലേക്ക് വർഷങ്ങളായി ലഹരി കടത്താറുണ്ടെന്ന് മൊഴി നൽകി. NCB കണക്ക് പ്രകാരം കൊക്കെയിൻ, ഹെറോയിൻ, മെത്തഫെറ്റമിൻ, ട്രംഡോൾ ടാബ്ലറ്റ് എന്നിവയുടെ കൂറ്റൻ ചരക്കുകളാണ് പോർട്ട് വഴി എത്തുന്നത്. പാക് തുറമുഖം വഴി വന്ന 25,000 കോടിയുടെ മെത്തഫെറ്റമിൻ അടക്കം 2500 കിലോ ലഹരി മരുന്ന് നേവി പിടിച്ചെടുത്തിരുന്നു. 5 ടൺ ലഹരി മരുന്നിൻ്റേതാണ് മറ്റൊരു വേട്ട. 2500 കിലോ രാസലഹരി ഗുജറാത്തിൽ നിന്നും കൊക്കെയിൻ അടക്കം 5 ടൺ ആൻഡമാൻ തീരത്തു നിന്നും പിടിച്ചു. ഓപ്പറേഷൻ സമുദ്രഗുപ്ത എന്ന് പേരിട്ട വേട്ട. 2020 382 കോടി രൂപയുടെ വേട്ട മുംബൈ തീരത്ത് നടന്നത്.
ഗുജറാത്തിന് പുറമെ മുംബൈ, ജവഹർലാൽ നെഹ്റു പോർട്ട്, ഗാന്ധിധാം, പിപവാവ് പോർട്ട്, റായ്ഗഡ്, കൊൽക്കത്ത ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നിവിടങ്ങളിലേക്കും വൻതോതിൽ ലഹരി മരുന്ന് വരുന്നുണ്ട്. ഹരിയാനയിൽ ചണ്ഡീഗഡും അംബാലയും ലഹരി മാഫിയയുടെ പ്രിയപ്പെട്ട ഇടമാണ്. പോലീസിനും നർക്കോട്ടിക് സ്ക്വാഡിനും തലവേദന സൃഷ്ടിച്ച ഇടം. പഞ്ചാബ്, NH, രാജസ്ഥാൻ അതിർത്തികൾ, ഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള ലഹരി പാതയാണ് ചണ്ഡീഗഡ്. കഞ്ചാവ് ഉൽപ്പന്നങ്ങളായിരുന്നു നേരത്തെ, ഇപ്പോൾ രാസലഹരിയുടെ കുത്തൊഴുക്കാണ്. ഈ തിരിച്ചറിവ് ശക്തമായ നീക്കങ്ങൾക്ക് ഹരിയാന സർക്കാരിനെ പ്രേരിപ്പിച്ചു. നാശമുക്ത് ഹരിയാന എന്ന ക്യാമ്പയിനോടെ ജാഗ്രതാ സമിതികൾ വന്നു. ഓപ്പറേഷൻ ചക്രവ്യൂഹ എന്ന പേരിൽ പോലീസ് നടപടികൾ ആരംഭിച്ചു. ഡ്രഗ് മാഫിയ ചങ്ങല പൊളിക്കലായിരുന്നു ആദ്യ ശ്രമം. ഇതിനായി നാട്ടുകാരുടെ സ്ക്വാഡ് ഉണ്ടാക്കി. 2020-നും 2024-നും ഇടെ 16,781 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 3,714 ഇടനിലക്കാരടക്കം 25,446 പേർ അറസ്റ്റിലായി. ഇതിൽ 1,767 കേസുകൾ മാരകളവിലുള്ള ലഹരി ഇടപാടുകൾ. 52 കോടിയുടെ സ്വത്തുവകകൾ ഈ വേട്ടയുടെ ഭാഗമായി കണ്ടുകെട്ടി. 111 ആസ്തി വകകൾ സർക്കാർ ബുൾഡോസ് ചെയ്ത് കളഞ്ഞു. കേസ് വിചാരണ തോത് 2023-ൽ 48% 2024-ൽ 54% ഉയർത്തി. ശക്തമായി പിടിമുറുക്കിയാൽ രാസലഹരിയുടെ മാരക സ്വാധീനം കേരളത്തിലും തടയാം എന്നർത്ഥം. പക്ഷേ ലഹരി വരവിലെ കുത്തൊഴുക്ക് തടയണമെങ്കിൽ കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ നിരീക്ഷണം ശക്തമാക്കാതെ തരമില്ല.